അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2025 ഈ റമദാൻ മാസം നമ്മളോട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വിട പറയുകയാണ്. ഒരു പക്ഷേ ഏതാനും മണിക്കൂറുകൾക്കകമായിരിക്കാം UAE-യിൽ ഇത് വിട പറയുന്നത്. എന്തായാലും അസ്സലാമു അലൈക്ക യാ ഷഹറു റമദാൻ എന്ന് പള്ളിയിൽ വെള്ളിയാഴ്ച ഖുതുബക്ക് ഉസ്താദ് വളരെ വിഷമത്തിൽ എല്ലായിടത്തും പറഞ്ഞു റമദാനിനെ യാത്രയാക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്ത അമലുകളെല്ലാം സ്വീകരിച്ചുകൊണ്ട് നമ്മളിൽ നിന്നും വന്നുപോയ പാകപ്പിഴവുകളെല്ലാം പുറത്തുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ ആരാധനകളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. ഒരുപാട് വേദനകൾ നിറഞ്ഞ, വിഷമങ്ങൾ നിറഞ്ഞ കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും നമ്മൾ അറിഞ്ഞു. റമദാൻ വളരെ ദുഃഖത്തോടും സന്തോഷത്തോടും കൂടി കഴിഞ്ഞു. റമദാൻ വരുന്നതും ആഘോഷിക്കുന്നതും നമുക്ക് സന്തോഷമേകുന്ന ഒരു സാഹചര്യമാണ്. ഏതൊരു മുഅ്മിനും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മാസം തന്നെയാണ് റമദാൻ മാസം. എന്നാൽ മറ്റുള്ള മുസ്ലിങ്ങൾ മറ്റു രാജ്യങ്ങളിൽ വളരെയധികം വിഷമിച്ച് ബോംബുകൾക്കും മറ്റും കീഴടങ്ങിക്കൊണ്ട് മരണത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് വേണ്ടിയും നമ്മൾ ഈ റമദാനിൽ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവരുടെയും ഖബറുകൾ സ്വർഗ്ഗപ്പൂങ്കാവനമാക്കി കൊടുക്കട്ടെ. ആമീൻ. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും എല്ലാ പാപങ്ങളും പുറത്തുകൊണ്ട് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തൊരുമിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കി നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു നിറവേറ്റി തരുമാറാകട്ടെ. ആമീൻ. അതുപോലെ തന്നെ ഈ റമദാൻ മാസത്തിൽ നമ്മളോട് ഒരുപാട് ആളുകൾ വിട പറഞ്ഞു പോയി. അടുത്ത വർഷം റമദാനിൽ ഞാൻ പോലും ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും നമ്മുടെ എല്ലാവരുടെയും രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി ആരോഗ്യവും ആഫിയത്തുമുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമ്മുടെ എല്ലാവരുടെയും എല്ലാ വക ബുദ്ധിമുട്ടുകളും മാറ്റി സന്തോഷത്തിലും സമാധാനത്തിലുമാക്കി തരട്ടെ. അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ അല്ലാഹു സ്വർഗ്ഗപ്പൂങ്കാവനമാക്കി തരട്ടെ. ആമീൻ. അവരിൽ നിന്നും നമ്മളിൽ നിന്നും വന്നുപോയ എല്ലാ ചെറുദോഷങ്ങളും വൻദോഷങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരട്ടെ. ആമീൻ. റമദാനിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു നമ്മൾ ജീവിച്ചു. അതുപോലെ തന്നെ നമ്മൾ നാളെയും മറ്റന്നാളും അങ്ങനെ ഓരോ ദിവസങ്ങളും റമദാൻ കഴിഞ്ഞാലും അതേ പ്രവൃത്തി പോലെ നല്ല നിലയിൽ നല്ല സന്തോഷത്തോടു കൂടി നല്ല ഈമാനോടുകൂടി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. റമദാനിൽ ഒരു തരവും റമദാൻ കഴിഞ്ഞാൽ മറ്റൊരു തരവും നമ്മുടെ ജീവിതമാക്കി ഒരിക്കലും മാറ്റരുത്. നമ്മളും നമ്മുടെ മക്കളും നല്ല അനുസരണം ഉള്ളവരായി അള്ളാഹുവിൻ്റെ അടിമകളായി അള്ളാഹു പറയുന്നതനുസരിച്ച് ജീവിച്ച് മരിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകണം. അതിനായി നമ്മുടെ മക്കളെയും പാകപ്പെടുത്തണം. ഏതൊരു ജാതിയെയും ഏതൊരു മനുഷ്യനെയും പരിഹസിക്കാതെ അവർക്ക് ആവശ്യമായ ഗുണങ്ങൾ ചെയ്യണം. നമ്മളെക്കൊണ്ട് പണം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വാക്കുകൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ശരീരം കൊണ്ടും അവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. നമ്മുടെ അയൽവാസികൾ ഏതൊരു ജാതിയായാലും നമ്മളവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും വേണം. അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് കൽപ്പിച്ചു. അതെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് നല്ല നല്ല പാഠങ്ങളാണ് തന്നിരിക്കുന്നത്. ആ നല്ല പാഠങ്ങൾ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് നല്ല പ്രവൃത്തിയിലൂടെ നമ്മൾ മുന്നേറണം. അതിനായി അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. മക്കളെ നമ്മൾ കയറൂരി വിടുന്നത് പോലെ വിടരുത്. ചെറുപ്പത്തിൽ തന്നെ അവരെ ആവശ്യമായ വിദ്യാഭ്യാസം നൽകണം.
മദ്രസയിൽ കുറച്ചു കാലം പോയി, പിന്നീട് സ്കൂളിൽ 8ാം ക്ലാസ്സായി, 9ാം ക്ലാസ്സായി, അവർക്ക് ട്യൂഷനുണ്ട്, അവർക്ക് കുറേ പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ മാറ്റി നിർത്തരുത്. അതുകൊണ്ടാണ് ഈ മക്കളെല്ലാം തന്നെ പല പല ബുദ്ധിമുട്ടുകളിൽ ചെന്ന് ചാടുന്നത്. നമുക്ക് ശരിയായ അറിവില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ജീവിക്കണം, എങ്ങനെ നമ്മുടെ മാതാപിതാക്കളോട് പെരുമാറണം, അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികളോട് പെരുമാറണം, അല്ലെങ്കിൽ മറ്റുള്ള സ്ത്രീകളോടായാലും പുരുഷന്മാരോടായാലും എങ്ങനെ പെരുമാറണം എന്നൊക്കെ നമ്മൾ പഠിക്കണമെങ്കിൽ തീർച്ചയായും മദ്രസകളിലും അതുപോലെയുള്ള ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും അവരുടെ മതങ്ങളനുസരിച്ച് അവരും പഠിക്കണം. ഈ പഠിക്കാതെ അല്പം മാത്രം അറിവ് മറ്റുള്ളിടത്ത് നിന്ന് കൊത്തിപ്പറക്കിക്കൊണ്ട് എല്ലാം ഞാൻ തന്നെയാണ് എന്ന് കരുതുന്നവരാണ് ഏറ്റവും വലിയ വെട്ടികൾ. അതുകൊണ്ട് തന്നെ അവർ ആ മതത്തിൽ തന്നെ അവർ വെറും ശൂന്യമായി തന്നെ മാറുകയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ മക്കളെ നമ്മൾ നല്ല മക്കളായി തീർക്കണമെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസവും മതപഠനവും അത്യാവശ്യം തന്നെയാണ്. ഓരോ മാതാപിതാക്കളും മതപഠനത്തിന് അവരെ പ്രേരിപ്പിക്കുക തന്നെ വേണം. ഒരു മതവും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനോ കൊല്ലാനോ ഒന്നും പഠിപ്പിക്കുന്നില്ല. എല്ലാ മതങ്ങളും മറ്റുള്ളവരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ആ അറിവ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ തീർച്ചയായും നമ്മുടെ മക്കൾ ഇങ്ങനെ ആയിത്തീരുന്നതും നമ്മളാകെ വിഷമിച്ച് നമ്മുടെ ജീവിതം ഇങ്ങനെയായി മാറുന്നതും. അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ മക്കളെ മതപരമായി തീർച്ചയായും പഠിപ്പിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. എങ്കിലേ നമ്മോടും അവർക്ക് ബഹുമാനം വരൂ, നമ്മയും സ്നേഹിക്കുകയും ചെയ്യൂ. അസ്സലാമു അലൈക്കും.